ഒരു ജില്ലയെ മാലിന്യമുക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെയെങ്കിൽ ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രം എങ്ങനെയായിരിക്കാം? മാലിന്യമുക്തമാകണം അല്ലേ? എന്നാൽ അങ്ങനെ അല്ലെന്നാണ് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ റിപ്പോർട്ടർ പറയുന്നത്. കൊല്ലത്തെ സിവിൽ സ്റ്റേഷനിലെ മാലിന്യ കാഴ്ചകളിലേക്ക് ആദ്യം ഒന്ന് കണ്ണോടിക്കാം. തുടർന്ന് നമുക്ക് റിപ്പോർട്ടറിലേക്ക് എത്താം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാലിന്യമുക്തമാക്കേണ്ടത് ജില്ലാ നേതൃത്വം തന്നെയാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യത തന്നെയാണ്. പക്ഷേ ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രം തന്നെ മാലിന്യത്താൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് ഇത്രയധികം മാലിന്യ കൂമ്പാരമായി മാറിയതിൽ ഈ അധികൃതരുടെ അനാസ്ഥ എന്നാണ് പ്രശാന്ത് മനസ്സിലാക്കുന്നത്? രോഹിണി, നിരവധി പരാതികൾ, ഫോൺ വിളികൾ എല്ലാം നമുക്ക് വന്നതിന് ശേഷമാണ് ഈ സിവിൽ സ്റ്റേഷനിലേക്ക്, കളക്ടറേറ്റിനുള്ളിലേക്ക് നമ്മൾ വന്നു നോക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു കാഴ്ച കാണാൻ കഴിയുന്നത്. അതായത് ഒരു ജില്ലയെ ഒന്നാകെ സംരക്ഷിക്കേണ്ട, മാലിന്യമുക്തമാക്കേണ്ട ബാധ്യതയുള്ളത് ജില്ലാ ഭരണകൂടത്തിനാണ്. കളക്ടർ അടക്കമുള്ള ഒരു സംവിധാനത്തിലാണ്. ആ സംവിധാനം നിലകൊള്ളുന്ന സ്ഥലത്തെ അവസ്ഥയാണ് നമ്മൾ നേരത്തെ വിവരിച്ചത്. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാലിന്യം ഇവിടെയെല്ലാം കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ട അധികാരി വർഗം തന്നെ കണ്ണടയ്ക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. മാലിന്യം കെട്ടിക്കിടക്കുന്നത്, അതായത് പ്ലാസ്റ്റിക് മാലിന്യം, അതുപോലെ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങൾ, ഈ വേസ്റ്റുകൾ അടക്കമുള്ളവ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കളക്ടറേറ്റിനുള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നു. ആ ക്യാൻറ്റീനോട് ചേർന്ന് ഭാഗത്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സമാനമായ സാഹചര്യം തന്നെയാണ് ഇതിനകത്തേക്ക് കയറുമ്പോഴും. നമ്മൾ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിനകത്ത് കയറിയിരുന്നു. ആ അകത്ത് കയറിയപ്പോഴും അവിടെയെല്ലാം വൃത്തിഹീനമായി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. നിലവിൽ ജില്ലയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ തന്നെ നിരവധി പേർക്ക് പകർച്ചപ്പനി പടർന്നു പിടിക്കുകയും 5ഓളം പേർ മരണമടയുകയും ചെയ്തിരുന്നു. എലിപ്പനി, ഡെങ്കുപ്പനി എല്ലാം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലെ അവസ്ഥ. ഇത്തരത്തിലൊരു സാഹചര്യമുള്ളപ്പോൾ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഈ ജോലി ചെയ്യുന്നത്. മാത്രമല്ല, നിരവധി ആളുകൾ ഇവിടെ മറ്റ് ആവശ്യങ്ങൾക്കായി കളക്ടറേറ്റിന്റെ പരിസരത്ത്, കളക്ടറേറ്റിൽ വന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിലൊരു സാഹചര്യം സ്ഥിതി ചെയ്യുമ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് വളരെ ഏറെ ഒരിക്കലും നമുക്ക് ഒരു ആസ്ഥാനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ആസ്ഥാനം, ഭരണസിരാ കേന്ദ്രം ഇങ്ങനെ ആവാൻ പാടില്ല. എങ്ങനെയാണോ ആവാൻ പാടില്ല അത് തന്നെയാണ് ആയി കിടക്കുന്നത്. കെട്ടിടങ്ങളടക്കം കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളാണുള്ളത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂടി നിർമ്മാർജ്ജനം ചെയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ പ്രണവ് താമരക്കുളം കൂടി ചേരുന്നുണ്ട്. പ്രണവ്, ഈ പറഞ്ഞ അവസ്ഥ, അതായത് ഒരു ജില്ലാ ഭരണകൂടം എങ്ങനെയാണോ ഉള്ളത്, എങ്ങനെയാണോ മാതൃകയാകേണ്ടത്, ആ മാതൃകയല്ല ഇവിടെ ഉണ്ടാകുന്നത്. മാലിന്യം നമുക്കറിയാം, അവിടെ നോക്കുമ്പോൾ അവിടെയും മാലിന്യം കിടക്കുന്നു, ഇതിനകത്തേക്ക് മാലിന്യം കെട്ടിക്കിടക്കുന്നു. അത്തരമൊരു സാഹചര്യം, ഇത് എന്താണ് ഇതിന് പറയാനുള്ളത്? ഇത് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ജനങ്ങൾ ഈ പറയുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് പരാതി കൊടുക്കുവാൻ വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ദയനീയമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൊല്ലം നഗരത്തെ സംബന്ധിച്ച് ഇപ്പോൾ മഴക്കാല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പരാതി കൊടുക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു കെട്ടിടം കണ്ടാൽ തന്നെ ഇവിടുത്തെ ആളുകൾ പരാതി കൊടുക്കാതെ തിരിച്ചു പോകും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പട പേടിച്ച് പന്തളത്തിലമ്മ ചൂട്ടും കെട്ടിപ്പട എന്നൊരവസ്ഥയിലാണ് ഇവിടെ. എന്നാൽ ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല. അതാണോ അതോ ഇവർക്ക് ഈ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ? ഏത് സാഹചര്യത്തിലും അട്ടയെ പിടിച്ച് മെത്തേ കിടന്നാൽ അത് കിടക്കത്തില്ലെന്ന് പറഞ്ഞ കണക്ക് ഇവിടുത്തെ അധികാരം സംബന്ധിച്ച് ഏത് അവസ്ഥയിലും കിടക്കാൻ അവർ ബാധ്യസ്ഥരാണ്. കാരണം കൃത്യമായ രീതിയിൽ കൃത്യമായ ശമ്പളം കിട്ടുമ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്യാൻറ്റീൻ്റെ ഫ്രണ്ട് വശമാണ്. ഇത്രയും മലീമസമായ ഒരു അവസ്ഥയിൽ നിന്നും സാധാരണപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദയനീയമാണ്. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി പല ആളുകളും ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ ഇവിടെ നോക്കിയാൽ പല ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ല. പല ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ വന്ന് ജോലി ചെയ്യാൻ പോലുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനമായിട്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇവിടെ വന്ന് എലിപ്പനിയോ പക്ഷിപ്പനിയോ കുരങ്ങുപനിയോ അങ്ങനത്തുള്ള പനികൾ പിടിക്കുന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവർക്കും അവസ്ഥ. ഇന്നലെ തന്നെ നമുക്കറിയാം, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി ഒലിച്ച് ഓടയിൽ നിന്ന് വെള്ളം പോകുന്നതാണെന്നുള്ള അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് കൊല്ലം ജനത ഈ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നിൽക്കുന്നൊരവസ്ഥ. നമ്മുടെ
നമ്മുടെ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ശശികല റാവു ഉണ്ട്. അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ചേച്ചി, ഇതിനകത്ത് കയറുമ്പോൾ സ്ത്രീകൾക്കടക്കം ഒരു സംവിധാനമില്ല. മാത്രമല്ല ഈ പ്രദേശമടക്കം ഇത്തരത്തിൽ മലിനമായി കിടക്കുകയാണ്. ഇന്ന് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജില്ലയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡെങ്കു ആയാലും ശരി, അതുപോലെ തന്നെ എലിപ്പനിയും ഒക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് ഇതിനെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തേണ്ട അല്ലെങ്കിൽ അത്തരം സംവിധാനത്തിന്റെ ഒരു ആസ്ഥാനത്തെ അവസ്ഥയാണിത്. എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെയെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മളെ ഇവിടെ ലേഡീസാണ് കൂടുതൽ, ഇപ്പം ജെൻസിനെക്കാട്ടി കൂടുതലാണ് എല്ലാ ഓഫീസുകളിലും ഉള്ളത്. പക്ഷെ ലേഡീസിന് പോകുന്ന ടോയ്ലറ്റ് പോലും, അതായത് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും ഇല്ല, പുറത്തുനിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും അതിനുള്ള നല്ല ക്രമീകരണങ്ങളൊന്നും ഇല്ല. ആരോ പറഞ്ഞ കണക്ക് മൂക്കും പൊത്തി വേണം, ഇല്ലെങ്കിൽ അതിനകത്ത് എലിയത്ത് കാണും, എല്ലാം കാണും, എല്ലാം ചവിട്ടിയിട്ട് വേണം അതിനകത്ത് കയറാൻ. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ അത് പ്രവർത്തനത്തിലോട്ട് കൊണ്ടുവരിക, നല്ല ബാത്റൂം പണിയുക. ഇപ്പോൾ ഈ ക്യാൻറ്റീൻ, ഈ അഴുക്കൽ, ഇന്ന് എല്ലാം ഞങ്ങളുടെ വാർഡിലെ എല്ലാ വീടുകളിലും ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് സർക്കാർ അയച്ചിട്ടുണ്ട് 2 പേരെ. അവർ വന്ന് കൊതുകുണ്ടോ അതുണ്ടോ ബക്കറ്റിൽ വെള്ളമുണ്ടോ അതൊക്കെ അങ്ങ് കമഴ്ത്തി കളയുക, അതൊന്നും നോക്കി ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് പോകും. അതിനപ്പുറം ഒരു പരിപാടി അവരുടെ നടക്കുന്നില്ല സർക്കാരിൻ്റെ. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കളക്ട്രേറ്റിൽ വരുന്നു, എത്ര ജനങ്ങൾ വരുന്നു. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു അതും ഇല്ല. എല്ലാം പിന്നെ എല്ലാവരും ഈ പറഞ്ഞൊക്കെ കഞ്ചാവും വെള്ളം കുടിക്കാനാണ് ആ ബാത്റൂം ഉപയോഗിക്കുന്നത്. കള്ളുപ്പിയും കൊണ്ടുവന്ന് അത് കുടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കളക്ട്രേറ്റിൽ തന്നെ ബാത്റൂമൊക്കെ നല്ല രീതിയിലാക്കിയാൽ നമ്പർ 1 കേരളം എന്ന് പറയുന്നു. പക്ഷേ നമ്പർ 1 കേരളം നമ്മുടെ കളക്ട്രേറ്റിലെ ബാത്റൂമിലൊന്നും കാണുന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ സർക്കാർ നേരിട്ട് ഇടപെട്ട് അതെന്താണെന്ന് വെച്ചാൽ ചെയ്യുക. രോഹിണി, അത് തന്നെയാണ് ഈ നമ്പർ 1 കേരളം എന്ന് പറയുമ്പോൾ ആ നമ്പർ 1 കേരളത്തിന് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കുവാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഈ മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ മുറ്റം പോലും ഒന്ന് തൂത്തുവാരാൻ പോലും തയ്യാറാത്ത സാഹചര്യമാണുള്ളത്. ഇവിടെ എല്ലാം അഴുക്ക് വീണ് നാളുകൾ ഈ ഇലയായാലും ശരി മറ്റ് അവശിഷ്ടങ്ങളെല്ലാം വീണ് കിടക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും. ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇതൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് പോലും ദിവസങ്ങൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വൃത്തി എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനത്തിന് വേണ്ടത്, അല്ലെങ്കിൽ നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു ഇടമാണ് കൊല്ലത്തെ സിവിൽ സ്റ്റേഷൻ. അവിടെയാണ് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് മാലിന്യ കൂമ്പാരം തന്നെയാണ് അതിന്റെ ഒരു പരിസരത്തായിട്ടായി നമ്മൾ കാണാൻ കഴിഞ്ഞത്. കനത്ത മഴ തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചയിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടുമുണ്ട്. ഇതൊക്കെ അവിടെ എത്രമാത്രം പകർച്ചവ്യാധി പരത്തുന്നതിനിടയാക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പ്രശാന്ത്, കൊല്ലം KSRTC-യിലടക്കം ഉദ്യോഗസ്ഥർക്ക് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഡെങ്കുപ്പനി അടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കേണ്ട, ജില്ല ഒന്നാകെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സംവിധാനം, ആ സംവിധാനത്തിന്റെ ആസ്ഥാനത്തേക്കാണ് ഇത്തരത്തിലൊരു മലിനമായി കിടക്കുന്ന സാഹചര്യം. അതായത് വേസ്റ്റുകൾ പോലും, ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ പോലും നീക്കം ചെയ്യാത്ത സാഹചര്യമുണ്ട്. ഇതിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ ഈ സിവിൽ സ്റ്റേഷനുള്ളിലേക്ക് അല്ല കളക്ടറേറ്റിനുള്ളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടമായ രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ക്യാമറയുമായി. അതുകൊണ്ട് തന്നെയാണ് അതിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. അവിടെയും കഴിഞ്ഞ ദിവസം നമ്മൾ മൊബൈൽ ഫോൺ വഴിയെല്ലാം കുറേ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. ഇതിനൊരു നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യവും ശക്തമാണ്. പല ആളുകളാണ് നമ്മളെ ഫോൺ വഴിയായാലും ജനം TV ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നുള്ള പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. രോഹിണി, പ്രശാന്ത്, അത് മാത്രമല്ല നമ്മളോട് പ്രതികരിച്ചവർ പറയുന്നത് ഒരു ശൗചാലയമില്ല, വൃത്തിയുള്ള ശൗചാലയമില്ല എന്നാണ്. ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്, സ്ത്രീകൾക്ക് വൃത്തിയുള്ള ഒരു ശൗചാലയം പോലുമില്ല. വളരെ ദുരിതത്തിലാണ് അവിടെ എത്തുന്ന ഓരോ പൊതുജനത്തിൻ്റെയും അവസ്ഥ എന്നാണ് സൂചിപ്പിച്ചത്. പ്രശാന്ത്, എന്തായാലും കൊല്ലത്തെ സിവിൽ സ്റ്റേഷനിലെ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ കാഴ്ചകൾ പറഞ്ഞപ്പോൾ നമ്മളോട് പ്രതികരിച്ചവർ പറഞ്ഞത് അവിടെ എത്തുന്ന സാധാരണക്കാർക്ക് നല്ല ശൗചാലയം പോലുമില്ല, വൃത്തിയുള്ള സാഹചര്യമേ അല്ല എന്നാണ് പറഞ്ഞത്. പ്രശാന്തിലേക്ക് എത്താം. എന്തായാലും കൊല്ലം ജില്ലാ ഭരണകൂടത്തിൻ്റെ ബാധ്യത തന്നെയാണ് കൊല്ലം ജില്ലാ സിവിൽ സ്റ്റേഷനിൽ ഇത്രയധികം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം. കനത്ത മഴ തന്നെയാണ് 2 ആഴ്ചയായി ഈ മാലിന്യങ്ങളെല്ലാം അവിടെ കൂട്ടിയിട്ടിരിക്കുകയും അതൊക്കെ കവറുകളിൽ നിന്ന് പൊട്ടി ചീഞ്ഞ് പരിസരത്തൊക്കെ വ്യാപിച്ചിരിക്കുന്ന
കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം ആളുകൾ സിവിൽ സ്റ്റേഷനിൽ പല ആവശ്യങ്ങൾക്കായി എത്തുന്നതാണ്. കെട്ടിടത്തിൻ്റെ അവസ്ഥയും അതിശോചനീയം എന്ന് തന്നെയാണ് അവിടെ എത്തുന്നവർ പറയുന്നത്. പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, നമ്മൾ കണ്ടു ഒരു വശത്ത് മാലിന്യ കൂമ്പാരം, സിവിൽ സ്റ്റേഷന്റെ പല ഭാഗത്തെയും കെട്ടിടത്തിന്റെ പല ഭാഗത്തെയും അവസ്ഥ എന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് അതിശോചനീയ അവസ്ഥയിൽ തന്നെയാണ്. നിർമ്മാണ പ്രവൃത്തികളൊന്നും തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കുന്നില്ല. അതിലും ദയനീയം അവിടുത്തെ ശൗചാലയങ്ങൾ എന്നാണ് നമ്മളോട് പ്രതികരിച്ചവർ പറയുന്നത്. ഒരു സ്ത്രീക്ക് അവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് ഒന്ന് പോകണമെങ്കിൽ ശൗചാലയം അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്. പ്രശാന്തിൻ്റെ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട് എന്ന് കരുതുന്നു. എന്തായാലും ശുചീകരണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തന്നെ നടത്തേണ്ട ഒരിടമാണ്. ഭരണസിരാ കേന്ദ്രങ്ങൾ തന്നെ അവിടെയാണ് നമ്മൾ ഇത്തരത്തിൽ ദയനീയമായ കാഴ്ച കാണുന്നത്. അങ്ങേയറ്റം പരിതാപകരമാണ്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് ഒരു വശം മുഴുവൻ ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് നിറച്ചിരിക്കുന്നത്. അത് കൃത്യമായി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനോ വൃത്തിയാക്കുന്നതിനോ വേണ്ട യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. ഒരു ഭാഗത്തായി ഇത്തരം മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അത് ദുർഗന്ധം വമിച്ച് അവിടെ ആകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രശാന്തിനെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. എന്തായാലും ഈ സിവിൽ സ്റ്റേഷൻ പരിസരം നമ്മൾ കണ്ടു. കെട്ടിടത്തിന്റെ അവസ്ഥയും അതിശോചനീയമെന്നാണ് പറയുന്നത്. പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ശൗചാലയവും അതിദയനീയം എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും രോഹിണി, ഈ സിവിൽ സ്റ്റേഷനിൽ നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ അധികം ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കേണ്ടത് കൂടി സംവിധാനത്തിൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. എന്നാൽ അത്തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയും വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ മൂത്രപ്പുരകളോ ഒന്നും സജ്ജീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളൊരു പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പകർച്ചപ്പനിയുടേതാണ്. ആ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട പരിസരവും ഒക്കെ നമുക്കറിയാം. വീടും പരിസരങ്ങളിലെല്ലാം ശുദ്ധമാണോ വൃത്തിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട്. എന്നാൽ അത്തരം ആളുകൾ സ്വയം ഒന്നുകൂടി പരീക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കേണ്ട സ്വയം വിലയിരുത്തൽ കൂടി നടത്തേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഈ മറ്റ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴുകുവാൻ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ എറിയുവാൻ മാറ്റി സ്ഥാപിക്കുവാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ. പുറത്ത് വെളിയിൽ ഇത്തരത്തിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുകയും അതുപോലെ തന്നെ കൈ അടക്കമുള്ളവ കഴുകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തെ കളക്ട്രേറ്റിന്റെയും പരിസരങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മറ്റ് ഒരു നിവൃത്തിയുമില്ലാത്ത രീതിയിലേക്കാണ് ഇവിടുത്തെ വൃത്തികേടുകൾ പറയേണ്ടിയിരിക്കുന്നത്. വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യം, വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം ആണ് നിലനിൽക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ മറ്റ് സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മറ്റ് ആളുകൾ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. ആ സംവിധാനത്തിൻ്റെ ഒരു പരിസര പ്രദേശങ്ങൾ എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണോ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, അത്തരം നടപടികളൊന്നുമില്ലാതെ വൃത്തിഹീനമായ രീതിയിലേക്ക് ഒരു മാലിന്യം നിർമ്മാർജ്ജനം അടക്കം നടത്താതെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. നമുക്കറിയാം, ദിവസങ്ങളോളമായി തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ മുറ്റം പോലും തൂത്ത് വൃത്തിയാക്കിയിട്ട് ദിവസങ്ങളോളം പിന്നിട്ടിരിക്കുന്നത് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് പരിസര പ്രദേശങ്ങളിലെല്ലാം അവസ്ഥ. ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ കഴിക്കുവാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുവാനോ ഉള്ള സ്ഥലമില്ല. മാത്രമല്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല. കെട്ടിടങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജനലുകളടക്കം പൊട്ടിയിടയ്ക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഷെയ്ഡുകളടക്കം ഇളവിക്കിടക്കുന്ന കമ്പികളൊക്കെ ഇളവിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കെട്ടിടത്തിന്റെ തന്നെ കാലപ്പഴക്കം നിലനിൽക്കുന്നു. അതോടൊപ്പമാണ് ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ ഒരു പരിസരം കൂടി സൃഷ്ടിക്കുന്നതിലേക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ നിൽക്കുന്നത് എന്നുകൂടി വേണം എടുത്തു പറയേണ്ടത്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പകർച്ചപ്പനിയുടെ സാഹചര്യം കൂടിയാണ്. അങ്ങനെ പകർച്ചപ്പനി പറന്നു പിടിക്കുമ്പോൾ ആ പകർച്ചപ്പനിയുടെ ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ ഭീഷണിയോട് കൂടി വേണം ഈ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ എന്നതുകൂടിയാണ്
ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ കൊതുകുകൾ പെരുകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല പേപ്പർ വേസ്റ്റുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ അടക്കം പുറന്തള്ളുന്നതെല്ലാം പൊതു ഇടത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പുറത്തേക്ക് അതിനെ മറ്റ് മാറ്റി സ്ഥാപിക്കുവാൻ സ്ഥലമില്ലാത്ത സാഹചര്യത്തിലൊക്കെ അതിനെ ആ പുറത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. രോഹിണി. പ്രശാന്ത്, എന്തായാലും അതിദയനീയമായ കാഴ്ചകൾ തന്നെയാണ് ഒരു ഭരണസ്ഥിര കേന്ദ്രത്തിൽ നിന്ന് നൽകാൻ കഴിയുന്നത്. പ്രശാന്ത്, അവിടെ എത്തിയപ്പോൾ പൊതുജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായോ? കാരണം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവർക്കൊരു പക്ഷേ മടിയുണ്ടാകും. ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണം ആരെങ്കിലും നടത്തുകയുണ്ടായോ? പൊതുജനങ്ങൾക്കടക്കം ഇതിൽ പ്രതികരിക്കുന്നതിൽ ചില വൈഷമ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പലരോടും നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്നാൽ അവർക്കാർക്കും അത്തരത്തിൽ സംസാരിക്കുവാൻ അവരാരും താല്പര്യപ്പെട്ടില്ല എന്നതാണ് നമുക്ക് പലരോടും മൈക്കിന് മുന്നിലേക്ക് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് പറയുവാനുള്ള ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും പ്രതികരിക്കാത്തത്. പച്ചയായ രീതിയിലേക്കാണ് ഇവിടെയെല്ലാം വേസ്റ്റുകളും മറ്റുമെല്ലാം കൂട്ടിയിടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാകുന്നത്. അത് കണ്ടു തുറന്ന അധികാരികൾ കാണേണ്ടതാണ്. അത് കാണാതെ മറച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ കണ്ണടച്ച് നിന്ന് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് വേണം പറയാൻ. അത് ഇത്തരത്തിൽ ഈ പരിസര പ്രദേശങ്ങളടക്കം കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ. മാത്രമല്ല ഇതിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമുണ്ട്. ആ പ്രവേശിക്കുന്ന ഭാഗത്തിലെ ഓടയടക്കം അടഞ്ഞു കിടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങളെല്ലാം കൂട്ടിയിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. തൂത്തുവാരാനോ അല്ലെങ്കിൽ തന്നെ മാലിന്യങ്ങൾ മാറ്റാനോ ഒന്നും തയ്യാറാകുന്നില്ല. കുന്നുകൂടി കിടക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് മണ്ണടക്കം കൂട്ടിയിട്ട് കുന്നുകൂടി പേപ്പർ വേസ്റ്റുകളും മറ്റ് വേസ്റ്റുകളെല്ലാം കെട്ടിയിട്ട നിലയിലും അല്ലാതെയും വലിച്ചെറിഞ്ഞ നിലയിലും എല്ലാമാണ് ഈ പ്രദേശത്തെല്ലാം ഉള്ളത്. ക്യാൻറ്റീൻ അടക്കം സ്ഥിതി ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ ക്യാൻറ്റീനോട് തൊട്ടുചേർന്നുള്ള ക്യാൻറ്റീനിന്റെ വേസ്റ്റുകളടക്കം ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളടക്കം ഇവിടേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനടുത്ത് തൊട്ടടുത്തൊരു ബയോ ഗ്യാസ് പ്ലാന്റ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് പ്രവർത്തനക്ഷമമാണോ എന്ന് അടക്കം അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ പറയാനുള്ളത്. കൊല്ലത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ പങ്കുവയ്ക്കുന്നത്. വളരെ ദയനീയം. പലരും ഇവിടെ വന്നു പോയ പലരും നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അവസ്ഥ. എന്നാൽ അതിൽ ഈ പലരും നമ്മളോട് പറയുന്നെങ്കിൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നൊരു പരാതി പറയാൻ അവർക്ക് ഭയമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം ഒരു ഭീഷണിയുടെ നിഴലിൽ കൂടിയാണ് പണിയെടുക്കേണ്ട അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ കൂടി എന്ന് വേണം പറയാൻ. അതായത് ഈ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വൃത്തിഹീനമായ ഒരു ചുറ്റുപാടിൽ നിന്ന് ജോലി ചെയ്യുന്നതടക്കം ഉദ്യോഗസ്ഥർക്ക് ഭീഷണി ഉണ്ടാകുന്നു. നമുക്ക് അല്ലാതെ തന്നെ പല ഉദ്യോഗസ്ഥരും നമ്മളോട് അല്ലാതെ തന്നെ പറയുകയുണ്ടായി ഇത്തരത്തിലൊരു അവർക്ക് തന്നെ ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളോട് മറ്റു രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിലോ അല്ലാത്ത രീതിയിലുള്ള പ്രതികരണം നടത്തുവാൻ കഴിയില്ല, സാധ്യമല്ല. പക്ഷേ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. പറഞ്ഞിരിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അത്തരമൊരു സാഹചര്യം ഈ ഒരു നിലയിലേക്ക് കടക്കുമ്പോൾ നിലയിലേക്ക് ചെന്നെത്തുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ട് കൂടിയാണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പലരും നമ്മളോടൊപ്പം വരികയും ഒക്കെ ചെയ്യും. എന്നാൽ അവരാരും ഈ തുറന്നു പറയുവാൻ തയ്യാറല്ല. നമുക്കോടൊപ്പം മറ്റൊരു ആൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. എന്ത് നമുക്കറിയാം, ഇവിടുത്തെ മാത്രമല്ല നമ്മളെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഫുൾ പാഴ്ചയെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാം. ഇപ്പോൾ ഈ ഡെങ്കിപ്പനി ആയാലും വ്യാപിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ സ്ഥലമില്ല. വീടുകളിലേ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നാട് പോകുന്നത്. അതായത് ഇവിടെ ഈ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളക്ടറേറ്റും കോടതി സമുച്ചയം ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ വരുന്നത്. അപ്പം ആ ആളുകൾക്ക് സുരക്ഷാ ഭീഷണി കൂടെ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നത്, വൃത്തിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്, അല്ലേ? അതെ അതെ അതെ. അത് നമുക്ക് പലതവണ ഈ ഇതേപോലെ ചാനലുകളിൽ ന്യൂസ് വരുമ്പോൾ മാത്രമേ ഈ കണ്ണിപ്പൊടിയുന്ന രീതിയിൽ കുറച്ച് ശുചീകരണ പ്രവർത്തനം നടത്തുന്നു. അതാണ് ഇപ്പം നടന്നു പോകുന്നത്. രോഹിണി, അത് തന്നെയാണ്. കൃത്യമായ രീതിയിലൊരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട്, ഇത്തരത്തിൽ ഇങ്ങനെ മാലിന്യം കുന്നുകൂടാനായിട്ടൊരു കാരണമായിട്ട് വിലയിരുത്തുന്നത്.
അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഇതിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഇവിടെ ഈ സിവിൽ സ്റ്റേഷൻ അടക്കം ഉണ്ടാകത്തില്ല. ആരോഗ്യവകുപ്പ് അടക്കം ഉള്ളതാണ്. ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങളടക്കം നിത്യേന വന്നു പോകുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ കിടക്കുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഉദ്യോഗസ്ഥരടക്കം നിലനിൽക്കുന്നു, ഉദ്യോഗസ്ഥരടക്കം ജോലി ചെയ്യാൻ വരുന്നു, വനിതാ ജീവനക്കാരടക്കം ജോലി ചെയ്യാൻ വരുന്ന സ്ഥലം. മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എത്തുന്ന സ്ഥലമാണ്. ഇവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ കൊല്ലത്തെ ഈ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോടതി സമുച്ചയങ്ങളും മറ്റ് സർക്കാർ സംവിധാനങ്ങളും സ്ഥാപനങ്ങളടക്കം ഒരേ സമയം ഒരേ കോമ്പൗണ്ടിൽ നിലചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ആ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ശോചനീയാവസ്ഥ എന്ന് വേണം എടുത്തു പറയാൻ. അത് നമ്മൾ പുറമെ, അതായത് ഈ നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് സിവിൽ സ്റ്റേഷന്റെ കളക്ടറേറ്റിന്റെ മുൻവശത്തെ ദൃശ്യങ്ങളാണ്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ, അതായത് കളക്ടറേറ്റിന് ഉള്ളിലോട്ട് പോകുന്നതോറും ഇതിനെക്കാട്ടി ദയനീയമായ അവസ്ഥയാണ്. അവിടെയും ഇത്തരത്തിൽ വേസ്റ്റുകളടക്കം, ഭക്ഷണത്തിന്റെ വേസ്റ്റുകളടക്കം ഇട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ എത്തിയപ്പോൾ പോലും ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളടക്കം കൂട്ടിയിടുകയും നായകൾ വന്ന് അത് കടിപിടി കൂടുന്ന അടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് ഈ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, പേപ്പർ വേസ്റ്റ് ആയിക്കോട്ടെ, മറ്റ് വേസ്റ്റ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള വേസ്റ്റുകൾ പോലും സംസ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പകർച്ചപ്പനികളൂടെ വ്യാപിക്കുന്ന സാഹചര്യം, ജില്ലയിലടക്കം അത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് ആ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണമാകുന്ന രീതിയിലേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലേക്ക് ഓരോ ചുറ്റുപാടിലേക്ക് സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വളരെ ദയനീയമായ സാഹചര്യമാണ് ഈ ജില്ലയുടെ ഒരു ആസ്ഥാന കേന്ദ്രത്തെ, ഭരണശിലാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പല ആളുകൾ സമീപിക്കുമ്പോൾ പല ആളുകൾ വന്നു പോകുന്നതാണ്. കുട്ടികളെ അടക്കം ആയിട്ട് പരാതികളുമായി ബന്ധപ്പെട്ട് മറ്റ് നിവേദനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം പല ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അവർക്ക് പനിയുമായി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചുറ്റുപാടുമായി തുടർന്നു കഴിഞ്ഞാൽ അത്തരമൊരു രോഗം കൂടി, പകർച്ചവ്യാധി കൂടി ഈ ഒരു പരാതി കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒരു നിവേദനം നൽകുവാനോ വരുന്ന ഒരാൾ തിരിച്ചു പോകുമ്പോൾ ഈ പകർച്ചപ്പനി പിടിവിട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുകൂടിയാണ് എടുത്ത് പറയേണ്ടത്. ഇവിടുത്തെ ഒരു അവസ്ഥ അത്തരത്തിലൊരു അവസ്ഥയാണ് ഈ പ്രദേശത്തും ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതും ഒക്കെ. അടിയന്തരമായിട്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികൃത ഭാഗത്തു നിന്ന് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഒരു വൃത്തിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ള ഒരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. രോഹിണി, ശരി. കൊല്ലം സിവിൽ സ്റ്റേഷൻ പരിസരത്തെ മാലിന്യ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.